ആന്ധ്രാപ്രദേശ് ഐക്യത്തോടെ നീങ്ങിയപ്പോൾ ഏറ്റവും മികച്ച കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ വൈ.എസ്. രാജശേഖര റെഡ്ഡി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരിനെ കവച്ചു വയ്ക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയും ആന്ധ്രയിലോ ഇപ്പോഴത്തെ തെലങ്കാനയിലോ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളപ്പോൾ രേവന്ത് റെഡ്ഡിക്ക് അത് ഏറെക്കുറെ കഴിയുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ രാജശേഖര റെഡ്ഡിയുടെ അതേ രീതിയിലുള്ള പാടവം അത് കൃത്യമായും രേവന്ത് റെഡ്ഡിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജശേഖര റെഡ്ഡിയുടെ മകൻ കൂടിയായിട്ടുള്ള വൈഎസ്ആർ കോൺഗ്രസിനെ നയിക്കുന്ന നേതാവ് കൂടിയായിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡി. ജഗൻമോഹൻ റെഡ്ഡിയും രേവന്ത് റെഡ്ഡിയും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളത് വ്യക്തമാണ്. ആ കൂടിക്കാഴ്ചയിലെ കാര്യങ്ങൾ തീർച്ചയായും ആരെ അമ്പരപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ അത് BRSനെ അല്ല, മറിച്ച് TDPയെ തന്നെയായിരിക്കും. ഒന്നാമത്തെ കാര്യം, രണ്ട് സംസ്ഥാനങ്ങളിലെയും കോമൺ ഫാക്ടർ എന്നത് രണ്ടിടത്തെയും ഭാഷ തെലുങ്ക് തന്നെയാണ്. രണ്ട് പ്രദേശങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയമാണ് എന്ന് പറയാൻ പൂർണ്ണമായും ഇപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ പോലും അതിൽ കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ വളരെ ദുർബലം തന്നെയാണ്. ശർമിളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പൊരുതി നോക്കിയെങ്കിൽ പോലും ആദ്യ പോരാട്ടത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് വരുന്ന രീതിയിലൊന്നും തന്നെ സ്വാഭാവികമായി കണ്ടില്ല. രേവന്ത് റെഡ്ഡിയുടെ വിജയം അത് തെലങ്കാനയിൽ ആഘോഷിക്കപ്പെടുമ്പോഴും ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള തകർച്ച അതൊരു നെടുവീർപ്പോട് കൂടി കോൺഗ്രസ് കാണുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തിരികെ വരാൻ സമയമധികം വേണ്ട. കൃത്യമായും അതിനു വേണ്ടിയുള്ളൊരു സൊല്യൂഷനുമായി തന്നെയാണ് ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി വരുന്നത്. ആന്ധ്രാപ്രദേശിൽ സഖ്യം വേണം കോൺഗ്രസുമായി എന്ന തിരിച്ചറിവ് ജഗൻമോഹൻ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി സഖ്യത്തിൻ്റെ കളികളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യം. തമിഴ്നാട്ടിൽ സ്റ്റാലിനും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം അത് സ്റ്റാലിൻ ദുർബലമായതുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നതുകൊണ്ടോ ഒക്കെയാണോ എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ സ്റ്റാലിൻ പറയുന്നൊരു മറുപടിയുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഒന്നിച്ചുള്ള ശ്രമങ്ങളാണ് വർഗീയ ശക്തികളെ അകറ്റി നിർത്തുന്നത്. കൃത്യമായും ഈ ഒരു സൂത്രം തന്നെയാണ് രേവന്ത് റെഡ്ഡിയും അതുപോലെ തന്നെ വൈഎസ്ആർ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാജശേഖര റെഡ്ഡിയുടെ മകൻ കൂടിയായിട്ടുള്ള ജഗൻമോഹൻ എടുത്തിരിക്കുന്നത്. ജഗൻമോഹനും രേവന്തും കൂടി ഒന്നിച്ചാൽ തീർച്ചയായും അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും. ശർമിളയുടെ രാഷ്ട്രീയത്തെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ തീർച്ചയായും അവിടെ ആന്ധ്രാപ്രദേശിൽ സംഭാവനകൾ നിരവധി ചെയ്യാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 25-ൽ 21 TDP BJP ജനസേന സഖ്യം നേടിയപ്പോൾ 4 സീറ്റുകൾ ജഗൻമോഹൻ പൊരുതി നേടി. എന്നാൽ കോൺഗ്രസിൻ്റെ കൂടി സപ്പോർട്ടുണ്ടായിരുന്നെങ്കിൽ 4ഓളം സീറ്റുകൾ അധികം ലഭിച്ചനെ എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. അതായത് കോൺഗ്രസ് ഒപ്പം നിന്നിരുന്നെങ്കിൽ വോട്ട് ഷെയറിൽ മാത്രമല്ല ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഉണ്ടായനെ. അത് തീർച്ചയായും ജഗൻമോഹനെ വലിയ കരുത്തിലേക്ക് നയിച്ചനെ. അവിടെയാണ് ശർമിളയെയും ജഗൻമോഹനെയും ഒന്നിപ്പിക്കാൻ, അതായത് ഒരേ രാഷ്ട്രീയ ദിശയിലേക്ക് സഖ്യത്തിൻ്റെ ഭാഗമായി ശർമിള കോൺഗ്രസിൽ തന്നെ തുടരട്ടെ, അതേസമയം സഖ്യവുമായി മുന്നോട്ട് പോകട്ടെ എന്ന രാഷ്ട്രീയവുമായി നിൽക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിക്കാൻ രേവന്ത് റെഡ്ഡി മുന്നോട്ട് വരുന്നത്. രേവന്ത് റെഡ്ഡിയുടെ പ്ലാൻ ഇതുതന്നെയാണ്. എങ്ങനെയും ജഗൻമോഹൻ റെഡ്ഡിയുടെയും ശർമിളയുടെയും സഖ്യത്തിൻ്റെ വഴി വെട്ടിത്തെളിക്കുക, അതുവഴി നായിഡുവിന് കനത്ത ഭീഷണി ഉണ്ടാക്കുക. നായിഡുവും രേവന്തും തമ്മിൽ നല്ല രീതിയിൽ സൗഹൃദം ഇപ്പോഴും പുലർത്തുന്നു എന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിനകത്തുള്ള ഒരു സൗഹൃദം മാത്രമാണ്. രണ്ട് സംസ്ഥാനങ്ങളിലെ, പ്രത്യേകിച്ചും അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള സഖ്യം വളരെ നിർണായകമാണ് താൻ. മുൻകാലങ്ങളിൽ രേവന്ത് റെഡ്ഡി ഒരു TDPയുടെ നേതാവായിരുന്നു എന്ന യാഥാർത്ഥ്യം മറക്കാൻ കഴിയില്ല. എന്നാൽ അടിയുറച്ച കോൺഗ്രസ്സുകാരനായി മാറിയതിനു ശേഷമുള്ള രേവന്തിൻ്റെ പരിണാമം അത് നായിഡുവിനെ ഏറെ അമ്പരപ്പിച്ച ഒരു കാര്യമാണ്. നായിഡു ചിരകാല വൈരികളായി കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ ആ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും കിട്ടാവുന്ന പണി വളരെ വലുതാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.